സുഹൃത്തുക്കളായ ശശിഭൂഷൺ, സൂര്യനരേശൻ, ഡോക്ടർ ജോർജ് ഓണക്കൂർ, എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ അച്ഛൻ ഒരു മഹാപണ്ഡിതനാണെന്നാണ്, ഞങ്ങൾക്ക് അപ്രാപ്യനായ ഒരു മഹാമതി എന്നാണ്. അത് ഞങ്ങൾ പിള്ളേർക്ക് മാത്രമല്ല, നാട്ടുകാർക്കും മാത്രമല്ല, ഒരു ഡിഗ്രി കൂടെ കൂട്ടിച്ചേർത്താൽ അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയ്ക്കും തന്നെയും കുഞ്ഞു പിള്ള എന്ന് വെച്ചാൽ അന്നേ കൊച്ചുനാളിലെ ഒരു മഹാപണ്ഡിതൻ എന്നുള്ള ഐഡിയ. ആ തണലിലാണ് ഞങ്ങൾ 4 പേര് വളർന്നത്, 4 മക്കളാണ്. ഞങ്ങൾക്ക് ശരിക്കും പറയുകയാണെങ്കിൽ അച്ഛൻ്റെ കുടുംബക്കാർ വല്ലാണ്ട് കൺഫ്യൂഷനായിരുന്നു. അച്ഛൻ്റെ കുടുംബക്കാരെല്ലാം കവികളും ദാർശനികന്മാരും സാഹിത്യകാരന്മാരും പണ്ഡിതന്മാരും ഒക്കെ. അമ്മയുടെ കുടുംബം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ടെക്നോക്രാറ്റ്സാണ്, എൻജിനീയേഴ്സ്, ഡോക്ടേഴ്സ് ഒക്കെ. അപ്പോൾ വശാൽ ഞാൻ ആദ്യം എടുത്തത് ഡോക്ടർ പ്രബോധനൻ പറഞ്ഞ പോലെ വിത്തിൻ കോഡ്സ് ലിറ്ററേച്ചർ എടുക്കാൻ ആയിരുന്നു താല്പര്യം. അതിനുവേണ്ടി തയ്യാറെടുക്കുകയായിരുന്നു. ഒരുപാട് വായിച്ചിട്ടും ഉണ്ടായിരുന്നു ആ പീരിയഡിൽ. അവിടെ ഒന്ന് അച്ഛൻ്റെ മാതിരി ഇംഗ്ലീഷ് തുടങ്ങാം, പിന്നെ സംസ്കൃതത്തിലേക്കും മലയാളത്തിലേക്കും വേണമെങ്കിലാകാം. സംസ്കൃതമാണ് കൊച്ചുനാളിലെ പഠിച്ചത്. അങ്ങനെ ഗുണം ഞങ്ങളുടെ തലമുറയ്ക്ക് ഉണ്ടായിരുന്നു. അതൊരു വലിയ കാര്യമാണ്. ഇപ്പോഴും ഞാൻ അദ്ദേഹത്തെ വല്ലപ്പോഴൊക്കെ വിളിക്കാറുണ്ട്, മെനക്കെടുത്താറുമുണ്ട്. ഒരുപാട് ഇഷ്ടമാണ്. ഈ പറഞ്ഞ മാതിരി ഒരുപാട് ഇഷ്ടമുള്ള, ഞാൻ വിളിക്കുന്ന അപൂർവ ചില വ്യക്തികളിൽ ഒന്ന് ഡോക്ടർ പ്രബോധനൻ നായരാണ്. ശരിക്കും ഞാൻ അടുക്കേണ്ട അദ്ദേഹത്തിൻ്റെ അനിയനോടാണ്, സമന്തപുത്രനോടാണ്. അദ്ദേഹം എൻ്റെ ക്ലാസ്മേറ്റാണ്. പക്ഷേ എനിക്ക് കൂടുതൽ ചങ്ങാത്തം ഇദ്ദേഹത്തോടാണ്. ഞങ്ങളെപ്പോഴും വിളിക്കാറുണ്ട്. ഞാൻ ഈ മെഡിക്കൽ കോളേജിൽ പഠിച്ച് അന്ന് ആരും ചെന്നെടുക്കാത്ത കടുകട്ടിയായ ഒരു സബ്ജക്റ്റ് ന്യൂറോളജി എന്നെടുത്ത് അതിലൊരുമാതിരി ശരിപ്പെട്ട് അതിൻ്റെ തലപ്പത്ത് 3 സ്ഥലങ്ങളിൽ ആ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ടാക്കാൻ ഭാഗ്യവും നേടി. അങ്ങനെയൊക്കെ എനിക്ക് തന്നെ അത്ഭുതം. ഞാൻ റിട്ടയർ ചെയ്ത് കഴിഞ്ഞ് തന്നെ തീരെ അപ്രതീക്ഷിതമായിട്ട് എഴുത്തിലേക്ക് മാറേണ്ടി വന്നു ഒരു ഘട്ടം. അത് ഞാൻ തീരെ പ്രതീക്ഷിക്കാത്തൊരു സാധനമാണ്. കൽക്കട്ടയിൽ വെച്ച് തുടങ്ങിയ ഒരു തീസിസ് അങ്ങോട്ട് കഴിഞ്ഞെന്നെ അത് ഞാൻ സ്വാതി തിരുനാളിൻ്റെ അദ്ദേഹത്തിൻ്റെ മരണത്തിൻ്റെ കാര്യം വന്നിരുന്നേ, പ്രായോപവേശം. അത് പാവത്തിന് അതൊന്നും അല്ലായിരുന്നു, ഒരു സെറിബെല്ല ഹെമറേജ് ആയിരുന്നു എന്ന് തെളിയിക്കാൻ വലിയ പാടൊന്നുമില്ല. ഞാൻ ഒരിക്കലും അറിഞ്ഞില്ല ബംഗാളി പത്രങ്ങൾ ഇത് പിറ്റേന്നൊരു വലിയ ന്യൂസാക്കുക. അവർ ആ ബംഗാളി പേപ്പർ കട്ടിങ്സ് എല്ലാം എൻ്റെ കൊണ്ട് തന്നേ. എനിക്കിത് എന്താ പരിപാടി അവർ എഴുതിയിരിക്കുന്നതെന്ന് വായിക്കാൻ അറിഞ്ഞില്ലാത്തതുകൊണ്ടെല്ലാം മടങ്ങി വന്നു. ഇൻസിഡൻ്റലി എന്നെ പഠിപ്പിച്ചിട്ടില്ലെങ്കിലും എനിക്കിതുപോലെ വേറൊരാളോട് ഭയങ്കര അടുപ്പമായിരുന്നു, ഗുപ്തൻ നായർ സാറിനെ എപ്പോഴും ഞാൻ കാണാൻ ചെല്ലുമായിരുന്നു. നേരത്തെ വല്ലപ്പോഴൊക്കെ സാറും വരുമായിരുന്നു. വല്ലാത്ത ചങ്ങാതമായിരുന്നു. സാമാന്യഗതിയിൽ ഇത്ര സീനിയറായിട്ടൊരു പ്രൊഫസറുമായിട്ടൊരു ഒരു സ്നേഹബന്ധം വരിക അപൂർവം. പ്രബോധനൻ സാറ് അച്ഛനെക്കുറിച്ച് പറഞ്ഞ പോലെ ഗുപ്തൻ നായർ സാറിൻ്റെ അടുത്ത് എനിക്ക് എപ്പോഴും കയറിച്ചില്ലായിരുന്നു. സാറിൻ്റെ പുസ്തകങ്ങൾ ഞാൻ എടുത്തുകൊണ്ട് പോകും. അങ്ങനെയൊക്കെ സാറ് ഈ കഥ സാറിൻ്റെ അടുത്ത് ഞാൻ ഈ കഥ പറഞ്ഞു. സ്വാതി തിരുനാളിന് അന്ന് രാത്രി സാറിനെ ചെന്ന് കണ്ട രാമചന്ദ്രൻ എന്ന് പറഞ്ഞ മനോരമയിലെ ഒരു റിപ്പോർട്ടർ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്ന് ചോദിച്ചു, ഈ പറഞ്ഞ സ്വാതി തിരുനാളിനെ കുറിച്ച് വല്ലതും പറയാമോ? ഗുപ്തൻ നായർ സാർ പറഞ്ഞു, അയ്യോ ഇത് ഇമ്മോട് ചോദിച്ചൊരു കാര്യമൊന്നുമില്ല, ഒരു കാര്യം ചെയ്യുക, അവിടെ ഡോക്ടർ രാജശേഖരൻ നായരുണ്ട്, ചെന്ന് ചോദിക്കുക, നല്ലൊരു കഥ ഇയാൾക്ക് കിട്ടുമോ. അന്ന് രാത്രി രാമേന്ദ്രൻ വന്നു, കഥയെല്ലാം എഴുതിയെടുത്തുകൊണ്ട് പോയി. അടുത്ത ദിവസം ക്രിസ്മസ് ആയിരുന്നു. ഞാൻ എൻ്റെ ശ്രീമതിയുടെ വീട്ടിലേക്ക് പോയി. മടങ്ങി വന്ന് 2 ദിവസം 3 ദിവസം കഴിഞ്ഞിട്ടാണ് പേപ്പറെല്ലാം പുറത്ത് കിടക്കുകയായിരുന്നു. ഞാൻ ചെന്ന് അതിശയിച്ചു പോയത് എന്താണെന്ന് വെച്ചാൽ ക്രിസ്മസ് ഡേ
1995 മലയാള മനോരമയുടെ ഫ്രണ്ട് പേജിൽ ഇടതുവശത്ത് 3 കോളം നിറച്ച് ഒരു കഥ, ചരിത്രത്തിൻ്റെ അപസ്വരത്തിൽ നിന്ന് സ്വാതിക്ക് മോചനം എന്ന് പറഞ്ഞ് രാമേന്ദ്രൻ ഇത് അങ്ങോട്ട് കൊടുത്തു. ഇത് കഴിഞ്ഞ് അന്ന് മുഴുവനും പത്രക്കാരുടെ വിളിയായിരുന്നു. മാതൃഭൂമിക്കാരും അവരും എല്ലാം വിളിച്ച് ചോദിച്ചു, സാറേ സാറിന് എന്താ ഇവരുടെ മാത്രം ഇത്ര ഇണക്കം, ഞങ്ങളുമൊക്കെ ഇവിടെ ഉണ്ടോ, ഒന്ന് ചെയ്യണ്ടേ, ഒരുമിച്ച് പറയണ്ടേ. എനിവേ അതിൽ തുടങ്ങിയൊരു എഴുത്താണ്. ആ എഴുത്തങ്ങോട്ട് പോയതിനെ ഗുപ്തൻ നായർ സാറ് തന്നെ ഒരു കമൻ്റ് കൂടി അടിച്ചു, ഇയാൾ ഡോക്ടറൊക്കെ ആയി വലിയ ടീച്ചറൊക്കെ ആയി, അത് സമ്മതിച്ചു. പക്ഷേ ജനറ്റിക് മാർക്സ്, ഈ ജനിതക വരകൾ അത്ര എളുപ്പത്തിൽ മാഞ്ഞു പോവുകയില്ല, ഇയാൾ ഇതിൽ തന്നെ തുടരുമെന്ന്. അത് തന്നെ ഭവിച്ചു. ഈ അച്ഛൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ, വൈജ്ഞാനിക സാഹിത്യത്തിലാണ് അദ്ദേഹത്തിൻ്റെ പേരും പെരുമയൊക്കെ കിട്ടിയത്. പക്ഷേ ബേസിക്കലി അടിസ്ഥാനപരമായിട്ട് അദ്ദേഹം ഒരു കവിയായിരുന്നു. അതും തീരെ കുട്ടിയായിരുന്ന കാലം മുതൽ 10-13 വയസ്സിലാണ് ആദ്യത്തെ കവിത എഴുതുന്ന ശ്മശാന ദീപം. ചേട്ടൻ അത് കണ്ട് ഇവിടെ പഠിക്കേണ്ട സമയത്ത് ഈ കവിത എഴുതി കിടക്കുന്നത് ശരിയാണോ, ഇതിൻ്റെ വാട്ടർ പോകുന്നു പറഞ്ഞിട്ട് ആ പേപ്പർ ചീന്തിക്കളഞ്ഞു. സങ്കടം തോന്നി ആ കുട്ടി ഒന്നും മിണ്ടാതെ കുറച്ച് നേരം നോക്കിയിട്ട് പറഞ്ഞു, ചേട്ടന് പേപ്പറെ കീറിക്കളയാനാവും, എൻ്റെ മനസ്സിൽ എഴുതിയത് കീറിക്കളയില്ല. അതാണ് അദ്ദേഹം ആദ്യം പബ്ലിഷ് ചെയ്ത പുസ്തകം. 17-ാമത്തെയോ 18-ാമത്തെയോ വയസ്സിൽ തിരുവനന്തപുരത്ത് വന്ന അതേ കൊല്ലത്തിൽ. ശരിക്കും പറയുകയാണെങ്കിൽ അതിനെക്കുറിച്ച് ഒരു കഥ കൂടെ പറഞ്ഞു, അത് ഞാൻ അറിയില്ലായിരുന്നു. എഗെയിൻ താങ്ക്സ് ടു ഗുപ്തൻ നായർ സാർ. ആ കവിത തുടങ്ങുന്ന അസാധാരണ ഭംഗിയാണ്. അന്തിക്ക് താനേ നടക്കുമ്പോഴോ, ദൈവചിന്തയ്ക്ക് ഞാൻ കണ്ണു പൂട്ടുമ്പോഴോ, വിശ്രമത്തിനായി അകക്കാമ്പ് നിന്നഴൽ സശ്രമം മാറ്റാൻ ഒരുങ്ങുമ്പോഴോ, അന്തിച്ചിഞ്ചായം പൂണ്ടൊരാകാശം ചന്ദമാന്മാർ ഞാൻ കാണുമ്പോഴോ എന്ന് ഒരു കഥാകാവ്യം അസലായിട്ടുണ്ട്. ഇത് പറഞ്ഞതിൻ്റെ എനിക്ക് അറിഞ്ഞൂടാത്തൊരു കഥ അപ്രതീക്ഷിതമായിട്ട് കിട്ടിയത് ഈ പറഞ്ഞ മാതിരി ഗുപ്തൻ നായർ സാറിൻ്റെതാണ്. ചങ്ങമ്പുഴയും അച്ഛനും ജനിക്കുന്ന ഒരേ കൊല്ലമാണ്, 1911. ചങ്ങമ്പുഴ പലയിടത്തായിട്ടെല്ലാം കറങ്ങി കഴിഞ്ഞിട്ട് ഗുപ്തൻ നായർ സാറിൻ്റെ ക്ലാസ്മേറ്റാണ് MA-ക്ക്. സാറ് പറഞ്ഞു, ഞാൻ കുഞ്ഞുപിള്ള സാറിനെ ആദ്യം കാണാൻ പോയത് ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയാണ്. അയാളാണ് പറഞ്ഞത്, നമുക്ക് ഒരു പൊക്കളയാം, അങ്ങനെയുള്ള കയ്യിലൊരു പുസ്തകമുണ്ട്. ചെന്നു ഇവർ രണ്ടുപേരും കൂടെ കണ്ടു കഴിഞ്ഞിട്ട്, ചങ്ങമ്പുഴ അന്നേ പ്രസിദ്ധനായി കഴിഞ്ഞു, വളരെ പ്രസിദ്ധനായി കഴിഞ്ഞു. യൂണിവേഴ്സിറ്റി MA-ക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന തന്നെ സാറന്മാർക്ക് തന്നെ അധൂതക്കവണ്ണം കവിത എഴുത്ത് ഉള്ള മനുഷ്യൻ. അപ്പം ചങ്ങമ്പുഴ പറഞ്ഞു, സമപ്രായക്കാരാണ് നമ്മൾ, കവിതയിൽ നിന്നാൽ മതിയായിരുന്നു, മറ്റേ ഇതിലോട്ടൊന്നും പോകണ്ടായിരുന്നു. ഈ ഫ്രഞ്ച് പറഞ്ഞതുപോലെ കവിതയിൽ നിന്നാൽ മതിയായിരുന്നു, ഈ വൈജ്ഞാനിക സാഹിത്യത്തിൽ അതും വേണ്ടായിരുന്നു. അതിനൊരു കാരണമുണ്ടായിരുന്നു. അതിന് കാരണം ഇത്ര അശ്രാന്തമായിട്ട് ജോലി ചെയ്യാൻ കഴിവുള്ള ഒരു മനുഷ്യനെ ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല. അത് വിശ്രമമില്ലാതെ ചെയ്യാൻ പാണ്ഡിത്യം എന്നുള്ളതിന് ഉപരി പാണ്ഡിത്യത്തിനോടൊപ്പം ഇൻഡസ്ട്രി, അസാധാരണമായ ഒരു വൈഭവമാണ്. അദ്ദേഹത്തിൻ്റെ വൈഭവങ്ങൾ ഒരുപാടുണ്ട്. ഒന്ന് ഐഡൻറ്റിക് മെമ്മറി. ഇദ്ദേഹം പറഞ്ഞ ആ സാധനം തിരുവനന്തപുരം ത്രിമൂർത്തികൾ എന്ന് പറയുന്ന ഈ 3 പേർക്ക്, N. ഗോപാലപിള്ള സാറ്, ഭാസ്കരൻ നായർ സാറ്, അച്ഛനെ, ഈ 3 പേരായിരുന്നു കൂട്ടർ. ഇവരെ ഇണക്കുന്ന കണ്ണി ഒന്ന് മാത്രമാണ് സംസ്കൃതം. 3 പേരും ഭിന്നമായിട്ട്. സംസ്കൃതം മറ്റേ ഭാസ്കരൻ നായർ സാറ് തീരെ ചെറിയ പ്രായത്തിൽ അമേരിക്കയിൽ ചെന്നിച്ച് എംബ്രിയോളജിയിൽ, എക്സ്പെരിമെൻ്റൽ എംബ്രിയോളജിയിൽ DSc എടുത്ത മനുഷ്യനാണ്. ഗോപാലപിള്ള സാറ് തനി സംസ്കൃതക്കാരൻ. ഇവർ 3 പേരും അവിടെ കൂട്ടാം. ഇവർക്ക് 3 പേർക്കും ഉണ്ടായിരുന്ന ഒരു സാധനം ഞങ്ങളുടെ ഒരു ഭാഷ്യമാണ്, അതായത് ഐഡൻറ്റിക് മെമ്മറി. ഒരു തവണ കേട്ടാൽ ഏതും, ഒരു തവണ വായിച്ചാൽ അത് തലയിൽ നിൽക്കും. ഉദാഹരണം പറയാൻ എനിക്ക് മടിയുണ്ട്. ഞാനായിരുന്നു അച്ഛൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഡ്രൈവർ. അതായത് ഞാൻ MD-ക്ക് പഠിക്കുമ്പോഴും എല്ലാം അച്ഛന് ഡ്രൈവറൊക്കെ ഉണ്ട്, പക്ഷെ അദ്ദേഹത്തിന് വലിയ പ്രിയമൊന്നുമില്ലായിരുന്നു. ഞാനാണ് കൊണ്ടുപോകുന്നതും വരുന്നതെല്ലാം. അപ്പോൾ അവരെ ഇങ്ങനെ ചുറ്റിപ്പറ്റി ഇരിക്കുന്നതുകൊണ്ട് ഒരുപാട് കഥകളും കേട്ടു. അപ്പോൾ ഒരെണ്ണം
ഇവർ 3 പേരും ലെക്സിക്കൺ ഓഫീസിൻ്റെ മുന്നിൽ ഇരിക്കും. ബാക്കിയുള്ളവരെല്ലാം വന്ന് നിൽക്കും. ഈ വന്ന് നിൽക്കുന്നവരുടെ പേരുകളൊന്നും ഞാൻ പറഞ്ഞില്ല. വളരെ വളരെ പ്രശസ്തരായ ആൾക്കാരാണ് വന്ന് നിൽക്കുന്നത്. ഓരോരുത്തർ വന്ന് അവർ എഴുതിയ കവിതകളെല്ലാം ചൊല്ലും, അതെല്ലാം ചെയ്യും. അതിലൊരാൾ വന്ന് കവിത ചൊല്ലിക്കഴിഞ്ഞെന്നെ അപ്പോൾ ഇവർ 3 പേരും കണ്ണടച്ചിരിക്കുകയാണ്. ഒരു 10 മിനിറ്റ് അയാൾ കവിത ചൊല്ലിയെന്നെ അയാൾക്കൊരു സങ്കടം, ഇവർ 3 പേരും ഉറങ്ങുകയാണല്ലോ. അപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ വളരെ പ്രയാസം പിടിച്ച് എഴുതിയ കവിതയാണ്, നിങ്ങൾ 3 പേരും കേൾക്കുന്ന പോലും ഇല്ലയെന്ന്. അപ്പോൾ അച്ഛൻ മെല്ലെ കണ്ണു തുറന്ന് വെച്ചാൽ, അല്ല ഞങ്ങൾ കേട്ടു. ഇതൊരു സംശയമുണ്ട്. ഇൻസിഡൻ്റലി ഇദ്ദേഹം പറഞ്ഞ വേറൊരു കാര്യം കൂടി, ഇതിനേക്കാളും വിനയമുള്ളൊരു മനുഷ്യനെ കാണാൻ പ്രയാസമാണ്. പ്യൂൺ വന്നാലും സെക്രട്ടേറിയറ്റിലെ ഓഫീസറായിരുന്ന ആൾ എണീറ്റ് നിന്ന് വരിക എന്ന് പറയുന്ന ആളാണ്. ആ ഒരു വിനയമാണ്. അപ്പോൾ കണ്ണൂർന്ന് പറഞ്ഞു, എനിക്ക് ഞാൻ കേട്ടു, സംശയത്തെ പറഞ്ഞു തരാമെന്ന്. ഇയാൾ ഈ 10 മിനിറ്റ് ചൊല്ലിയ കവിത അതുപോലെ തിരിച്ച് പറഞ്ഞു കൊടുക്കും. അപ്പോൾ മറ്റേ അടുത്ത് നിന്ന് ഭാസ്കരൻ നായർ പറഞ്ഞു, കുഞ്ഞമ്പിള്ള സാറ് പറഞ്ഞാൽ ഞാനും പറയാം, കേൾക്കണോ? അപ്പോൾ അവസാനം വന്ന ഗോപാലപിള്ള സാറാണ് കണ്ണ് തുറന്നത്. ആ കമൻ്റ് എനിക്കിവിടെ പറയാൻ വയ്യ. എന്ന് വെച്ചാൽ സാറ് വായി തുറന്നാൽ ഒരുത്തിനെ നിഗ്രഹിക്കുക എന്നുള്ളത് സാധാരണ പതിവ്. അതിൽ കുറഞ്ഞ ഒരു പരിപാടി അദ്ദേഹത്തിനില്ല. കണ്ണ് തുറന്നേച്ച് പറഞ്ഞു, അങ്ങനെ കവിത അദ്ദേഹത്തിന് കേട്ടോ ഇല്ലെന്ന കാര്യമല്ല, എവിടാ നാടെന്ന് മാത്രമേ ചോദിച്ചുള്ളൂ. ബാക്കിയുള്ള കമൻ്റ് ഞാൻ അങ്ങ് വിടുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അല്ലാതെ ഞാനായിട്ടൊന്നും പറയുന്നില്ല. അദ്ദേഹം പറഞ്ഞ ഗോപാലപിള്ള സാറിൻ്റെ കമൻ്റെന്ന് വെച്ചാൽ, അദ്ദേഹം ഈ ഇതിനൊക്കെ കയറി പോകും, എന്താണ് മീറ്റിങ്ങിനൊക്കെ പോകും, അധ്യക്ഷനായിരിക്കും. അദ്ദേഹം അന്ന് ഈ അധ്യക്ഷന്മാർക്ക് ഉപക്രമവും ഉപസംഹാരവും ഉണ്ട്. സാറിന് ഉപക്രമമേ ഇല്ല, മുഴുവൻ കേൾക്കും. അവസാനം ഒരു ഉപസംഹാരമുണ്ട്. അയ്യോ, അത് ഉപസംഹാരമൊന്നുമില്ല, വെറും ക്ലീൻ ഔട്ട്റൈറ്റ് സംഹാരമാണ്. അതായത് നല്ല കഴുത്തിൽ നല്ല അസലായിട്ട് കത്തി വെച്ച് ഒരു മുറിയിൽ, അത് ആരെയെന്നൊന്നുമില്ല, മഹാകവികളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് കവിയെ അല്ല എന്ന് പറഞ്ഞ ആളാണ് അങ്ങോര. അപ്പോൾ പിന്നെ ആ ടൈപ്പ് ഒരു പാർട്ടിയാണ് ഗോപാലപിള്ള സാർ. ഈ ഇദ്ദേഹത്തിൻ്റെ ഈ പഠിക്കാനുള്ള കഴിവും അറിയാനുള്ളൊരു ത്വരയും അതിൻ്റെ കൂട്ടത്തിൽ ഓർമ്മിക്കാനുള്ള ശക്തിയും കൂടി കണ്ണിപ്പെട്ടത് ഇംഗ്ലീഷ് എമ്മയും സംസ്കൃത എമ്മയും കഴിഞ്ഞ് വന്ന ഒരാളുടെ കണ്ണിപ്പെട്ടു, സാക്ഷാൽ ഉള്ളൂർ പരമേശ്വരിയുടെ മുന്നിൽ. അച്ഛൻ മെൻ്ററായിട്ട് ഒരൊറ്റയാളെ മാത്രമേ വെച്ചിരുന്നുള്ളൂ, അദ്ദേഹത്തെ പഠിപ്പിക്കാത്ത വേറൊന്നുമില്ലാത്ത ഉള്ളൂർ പരമേശ്വര സ്വാമിയാണ് പറഞ്ഞത്, ചെന്ന് മലയാള എമ്മയോട് എടുക്കുക. 23 വയസ്സായ ഒരു കുട്ടിക്ക് അന്നത്തെ പദവിയിൽ എന്താണ് ദിവാൻ പേഷ്കാർ എന്ന് വെച്ചാൽ ഇന്നത്തെ ഏകദേശം ചീഫ് സെക്രട്ടറിയുടെ ലെവലിലൊക്കെ ആയിരിക്കും. അദ്ദേഹം എഴുതി കൊടുത്ത വാചകം 23 വയസ്സായ ഒരു കുട്ടിക്ക് എഴുതി കൊടുത്താണ്. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു അറ്റ് ബെസ്റ്റ് ടു ഡിസേൺ a peak when the tableland is so elevated, but even then a peak of more than normal height should be easily susceptible for perception, and I am glad that the position of Sri Kunjan Pilla is this. അതായത് പീഠഭൂമികൾ ഉയർന്നതാണെങ്കിൽ സാധാരണ കൊടുമുടികൾ കാണാൻ പ്രയാസമായിരിക്കും. എന്നാലും ആ കൊടുമുടികൾക്ക് അസാധാരണമായ പൊക്കം ഉണ്ടെങ്കിൽ അത് എവിടെ നിന്നാലും കാഴ്ചയിൽപ്പെടും. അതാണ് ഇദ്ദേഹത്തിൻ്റെ കുഞ്ഞൻപിള്ളയുടെ ഒരു സ്ഥിതി എന്ന് അന്ന് ഏകദേശം 58 വയസ്സുണ്ടായിരുന്ന ഉള്ളൂർ പരമേശ്വര സ്വാമി എഴുതി കൊടുത്തത്. ഉള്ളൂർ പരമേശ്വര സ്വാമിയാണ് വീണ്ടും ഒരു ഇതും കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തെ സദസ്സിലെ ടി.കെ. വേലുപ്പിള്ള സാറിൻ്റെ അന്ന് സ്റ്റേറ്റ് മാനുവൽ എഴുതിക്കൊണ്ടിരുന്ന തന്നെ അദ്ദേഹം ആളെ തിരക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു, ആരെ കിട്ടിയാൽ ശരിയാകും. ഒറ്റ ആളെ ഉള്ളൂർ പറഞ്ഞു കൊടുത്തുള്ളൂ, ഇങ്ങനൊരു പാർട്ടിയുണ്ട്, വിടത പിടിച്ചു തന്നു. അയച്ചു ചെന്നു. ടി.കെ. വേലുപ്പിള്ള എന്ന് പറയുന്ന ആൾ അസലായിട്ട് ഇംഗ്ലീഷുകാരനാണ്, അദ്ദേഹം ഇംഗ്ലീഷ് അറിയുന്ന ഒരാളാണ്.
അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ മെനക്കേട് ഈ തിരുവിതാംകൂർ ചരിത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ സർവത്ര കള്ളക്കഥകളുടെ ഒരു കൂമ്പാരമായിരുന്നു. അത് മുഴുവനും മതിലകം ചുരുള എന്ന് പറയുന്ന ആ സാധനം മുഴുവൻ വായിച്ചിട്ടുള്ള ഒരേ ഒരാൾ. ആ പൊടിയെല്ലാം കൂടെ തട്ടിയതെല്ലാം വലിച്ചു വാരിയിരുന്ന് കുത്തിയിരുന്ന് പഠിച്ച് രണ്ടുപേരേ ഉള്ളൂ. ഉള്ളൂരിൽ ഇറങ്ങി വെച്ചു. ബാക്കി തീർത്തത് അച്ഛനും. ഈ സോറി ഈ കഥകളെല്ലാം കൂടി സെക്കൻഡ് വോളിയൂം സ്റ്റേറ്റ് മാനുവൽ എഴുതി കഴിഞ്ഞെന്നെ അന്നത് പബ്ലിഷ് ചെയ്യാൻ അനുമതിയില്ല. അന്ന് രാജഭരണമാണെന്ന് ഓർക്കണം. രാജകുടുംബത്തിൻ്റെ തന്നെ ഓരോ കഥകൾ മാറ്റി എഴുതേണ്ടി വന്നറിഞ്ഞ് അതിന് അനുമതി നിഷേധിക്കുക എന്നുള്ളത് സ്വാഭാവികം. സർ സി പി രാമസ്വാമിയരാണ്. അദ്ദേഹത്തെക്കുറിച്ച് എന്ത് പറഞ്ഞാലും തീക്ഷ്ണമായ ബുദ്ധിയുള്ളൊരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിന് മനസ്സിലായി ഇതിൽ സത്യമേ ഉള്ളൂ. ഒരു കാര്യം ചെയ്യാം, ഞാനായിട്ടൊരു ഡിസിഷൻ എടുക്കണ്ട, ഒരു ടീം തന്നെ ആകാമെന്ന് ഉള്ളൂരിനെ പിടിച്ച് അതിൻ്റെ ടീം ചീഫാക്കി അവർ ചെക്ക് ചെയ്തതിന് ശേഷമാണ് 1940 ഞാൻ ഓർക്കാൻ കാര്യം ആ കൊല്ലമാണ് ഞാൻ ജനിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു മനസ്സിൻ്റെ ഇപ്പോഴും എഴുതുക. അന്ന് ആ ടി കെ വേലുപ്പിള്ള സാറ് അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ് മാനുവലിലെ സെക്കൻഡ് വോളിയൂം എഴുതിയ ഇതുപോലെ ഒരു ഉള്ളൂർ എഴുതി കൊടുത്ത പോലൊരു സാധനമാണ് സെക്കൻഡ് വോളിയൂമിൻ്റെ അവതാരികയിൽ. അതൊരു 1.5 പേജ് നിറച്ച്. അത് 29 വയസ്സ് തികയാത്ത ഒരാളെക്കുറിച്ച്. 1940 ഓഗസ്റ്റ് 4 നേരം വെളുക്കുന്ന അദ്ദേഹം തന്നെ എഴുതിയ നേരം വെളുക്കുന്ന 4 മണിക്ക് എണീറ്റ് അദ്ദേഹം എഴുതിയൊരു ഇത് ഇപ്പോൾ 4 മണി ഞാൻ രാവിലെ എണീറ്റത് നിങ്ങളോട് എനിക്കുള്ള കൃതജ്ഞത എഴുതാൻ രേഖപ്പെടുത്താൻ വേണ്ടി മാത്രമാണ്. ഇതൊരു കാലത്തും ആരും കാണാൻ പോകുന്നില്ല എന്നറിയാം. പക്ഷെ ഞാൻ എഴുതിയില്ലേ എനിക്ക് എൻ്റെ പോരായ്മയായിട്ട് മാറും. ഭാഗ്യത്തിന് നശിക്കാതെ കിട്ടിയ കത്തുകളിൽ അദ്ദേഹത്തിൻ്റെ കത്തുകളിലൊന്ന് ഇതാണ്. എൻ്റെ കയ്യിൽ അതിപ്പോഴും ഉണ്ട്. ഇത് കഴിഞ്ഞിട്ടാണ് അദ്ദേഹം സെക്രട്ടറിയിൽ പോകുന്നത്. അന്ന് 30 വയസ്സ് കഴിയാത്ത ഒരാൾ സൂപ്രണ്ടായിട്ട് മാറുക എന്ന് വെച്ചാൽ അത്യത്ഭുതം. കിട്ടുകയല്ല. അന്നൊരു 50-52 വയസ്സൊക്കെ ആയി കഴിഞ്ഞാൽ സൂപ്രണ്ട് വേണേ കട്ടിച്ചാവാം. ആ ഒരു ഇതാണ്. അപ്പോൾ ഈ 30 വയസ്സായ പാർട്ടി സൂപ്രണ്ടായിട്ട് കയറി ഒരു 1-2 കൊല്ലത്തിനകം അസിസ്റ്റന്റ് സെക്രട്ടറിയായി. വിദ്യാഭ്യാസത്തിൻ്റെ മുഴുവനും ചുമതല അദ്ദേഹത്തിനായിരുന്നു. ഇന്ന് നിസ്സാരമായിട്ട് തോന്നും. ഈ ഭാഷാ അധ്യാപകർക്ക് അത് ഞങ്ങളെപ്പോലുള്ള പഴയ കുറേ പേർക്ക് മാത്രമേ അതിൻ്റെ ഒരു ദാരുണാവസ്ഥ മനസ്സിലാവുകയുള്ളൂ. ഈ മലയാളം പഠിപ്പിക്കുന്ന സാറന്മാർക്ക് 8-10 രൂപയാണ് ശമ്പളം. അതേ സമയത്ത് ബാക്കിയുള്ള സബ്ജക്റ്റ് പഠിക്കുകയാണെങ്കിൽ 10-40 രൂപ ഉണ്ടായിരുന്നു. അവർ കഷ്ടിച്ച് കഴിഞ്ഞു കൂടുകയായിരുന്നു. സംശയമുണ്ട് ഒരു കഥ പറയാൻ. നമ്മുടെ കാരൂർ നീലകണ്ഠപിള്ളയുടെ കഥകൾ മുഴുവനും അതാണ്. അത്ര ദാരിദ്ര്യമായിരുന്നു അവരുടെ കാര്യം. അതിന് ഒഫീഷ്യലായിട്ട് ഒരൊറ്റയാൾ മാത്രമാണ് മുൻകൈ എടുത്ത് മാറ്റിയത് ഇദ്ദേഹം. അതായത് ഭാഷാധ്യാപകന്മാർക്കും മറ്റുള്ള സാറന്മാരുടെ രീതിയിൽ ശമ്പളം കിട്ടണം. അന്ന് സംസ്കൃത കോളേജിനും ഈ അയിത്തം ഉണ്ടായിരുന്നു. അത് ബാക്കിയുള്ളിടത്തെ പ്രൊഫസർമാർക്കെല്ലാം വലിയ ശമ്പളം, സംസ്കൃത കോളേജിലെ സാറന്മാർ രേഖ തഴയാന്നുള്ള മട്ടിലായിരുന്നു. അതും മാറ്റിയെടുത്ത ഇതാണ്. ഇതിനേക്കാളും മെനക്കേട് കൊച്ചി വന്നെ തിരുവിതാംകൂർ കൊച്ചിയും കൂടെ സംയോജിപ്പിച്ച് കഴിഞ്ഞന്നെ ഒരു കീറാമുട്ടിയായിട്ട് മാറിയത് ഈ അവിടുത്തെ സാറന്മാരുടെ സർവീസ് സംയോജനമായിരുന്നു. ജസ്റ്റ് ഇമ്പോസിബിൾ എന്ന് കരുതിയതാണ്. അത് ഒറ്റയടി അങ്ങ് തീർത്തു കൊടുത്തു. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞ ഇൻഡസ്ട്രിയിൽ മേനക്കെട്ടങ്ങ് ചെയ്യും. ഏത് കാര്യം ഏറ്റെടുത്താലും അങ്ങ് ചെയ്യും. അപ്പോൾ വന്നിരുന്നതാണ് ആ കഥ. ഞാൻ വേറൊരാളെ എന്നറിഞ്ഞാണ്. എൻ്റെ ചങ്ങാതിയായിരുന്നു ഡോക്ടർ ബാബു പോൾ. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ഫയൽസ് മുഴുവൻ നോക്കിക്കഴിഞ്ഞിട്ട് പറഞ്ഞാണ്, പനമ്പള്ളി ഗോവിന്ദമേനൻ അദ്ദേഹം ഒരു ഓർഡർ അങ്ങ് പാസ്സാക്കി ഇതങ്ങോട്ടിട്ടു. ഒരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യണം, മലയാളം ലെക്സിക്കൻ നമ്മൾ ഉണ്ടാക്കാൻ പോവാണ്. അതിൻ്റെ ചീഫ് എഡിറ്ററായിട്ട് കുറേ പേരുകൾ നിർദ്ദേശിക്കണം എന്ന് പറഞ്ഞിട്ട് അത് കൈ കിട്ടിയ ഇദ്ദേഹത്തിന് ഒരു ലിസ്റ്റൊക്കെ ഉണ്ടാക്കി കൊടുത്തു. അന്നത്തെ ചീഫ് സെക്രട്ടറി അത്ര കണ്ട് ഇഷ്ടപ്പെടുന്ന ഒരു സാധനമല്ലായിരുന്നു ഇവരെല്ലാം നേരിട്ട് ഒരു അസിസ്റ്റന്റ് സെക്രട്ടറിയെ വിളിക്കുകയെന്ന്.
എന്നാലും അതിനകത്ത് എഴുതിയിട്ടുണ്ട് ശ്രീ കുഞ്ഞൻപിള്ള ടു കൈൻഡ്ലി മീറ്റ് മീ എന്ന് എഴുതിയിട്ടുണ്ട്. പോകാതിരിക്കാൻ ചെന്നു. ചെന്ന് കഴിഞ്ഞ് എന്നെ പനമ്പള്ളി പറഞ്ഞു, ഒരു കാര്യം ഇരിക്കുക, നിങ്ങൾ അയച്ച ലിസ്റ്റൊക്കെ എനിക്ക് കിട്ടി, സന്തോഷം, ആ ലിസ്റ്റൊക്കെ ഇട്ടിരിക്കട്ടെ, നിങ്ങൾ എടുക്കുക ആ ജോലി, അതല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ഇത് ഡ്രോപ്പ് ചെയ്യുകയാണ്. അത് വെറും വാക്കല്ല, നിങ്ങളെക്കുറിച്ച് ഞാൻ കുറേ പഠിച്ചു കഴിഞ്ഞിട്ട് പറയുകയാണ്. നിങ്ങൾ 1939 സഹൃദയ മാഗസീനിൽ മലയാളം ലെക്സിക്കൻ, മലയാളം ഡിക്ഷണറി എങ്ങനെ എഴുതണം എന്നുള്ള ഒരു ആധികാരികമായ ലേഖനം അന്ന് എഴുതിയിരുന്നു. ഇത് 1951, 11 കൊല്ലം. ഐദർ യു ടേക്ക് ഇറ്റ്, ഒന്നുകിൽ നിങ്ങൾ എടുക്കുക അല്ലെങ്കിൽ അത് ഡ്രോപ്പ് ചെയ്യാം. അന്ന് ഈ ലെക്സിക്കൻ എങ്ങനെ വേണം എന്ന് ഒരു രൂപം ഇന്ത്യയിൽ ഒരു മനുഷ്യനും ഇല്ലായിരുന്നൊരു കാലത്താണ് ഈ പണി ഏൽപ്പിക്കുന്നത്. ഈ പറഞ്ഞ മാതിരി ഇദ്ദേഹം പറഞ്ഞ കഥയുടെ ഒരു ബാക്കിയൂടെ പറയാം. അതായത് അച്ഛൻ ഇഷ്ടപ്പെട്ട ഒരു ടാക്സി ഉണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് അങ്ങനെയൊന്നും ഉണ്ടായിരിക്കുമോ എന്ന് ഇപ്പോൾ അത്ഭുതം കൂറുകയാണെങ്കിൽ ഉണ്ടായിരുന്നു. ഗോപാലൻ എന്നാണ് ടാക്സി ഡ്രൈവറുടെ പേര്. അദ്ദേഹത്തിൻ്റെ ടാക്സി അന്ന് അമേരിക്കയിൽ മാത്രം കണ്ടുകൊണ്ടിരുന്ന സ്റ്റുഡിബേക്കർ പക്കാർഡ്. തിരുവനന്തപുരത്ത് ശരിക്കും അത് മാത്രമേ ഉള്ളൂ ഒരു ഊക്കൻ ടാക്സി. അതാണ് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട വാഹനം. ഇവർ 3 പേരും പോകും. അതിൽ ഈ 3 പേരും പോയില്ല, എന്നെ കൂടെ കൂട്ടുമായിരുന്നു. ഞാൻ ഒരു പാവം കുട്ടിയായിരുന്നു, കരച്ചിലും ബഹളമൊന്നുമില്ല, ശല്യമൊന്നുമില്ല, ഉണ്ടായിരുന്നോളും, വലിയ വഴക്കൊന്നും ഉണ്ടാക്കുകയില്ല. അതുകൊണ്ട് ഞാനും കൂടെ ഈ സ്റ്റുഡിബേക്കറിൽ കയറാനുള്ള താല്പര്യം കൊണ്ടുകൂടിയാണെന്ന് കരുതിക്കോളൂ, ഞാനും ഇവിടെ പോവുകയാണ്. അപ്പോൾ ഒരു യാത്ര വളരെ നിർബന്ധമായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. കാര്യം എന്ന് വെച്ചാൽ അന്ന് സഹയാത്രികർ ഈ പറഞ്ഞ ഇളംകുളം കുഞ്ഞമ്പിള്ള സാറും പപ്പുപിള്ള എന്ന് പറഞ്ഞ ഹിസ്റ്ററിയുടെ പ്രൊഫസറുണ്ടായിരുന്നില്ലേ, ഇവർ 3 പേരും കൂടി ഉണ്ണുനീലിയെ തിരക്കി കടുത്തുരുത്തിയിലേക്ക് പോവുകയായിരുന്നു. കഥ പറഞ്ഞു വരുമ്പോൾ ഉണ്ണുനീലിയെ തിരക്കി കടുത്തുരുത്തിയിലേക്ക് സ്നേഹിതന്മാരായി പോയ ആൾക്കാർ തിരിച്ചു വന്നത് തനി ശത്രുതയിലാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ഇദ്ദേഹം പറയാത്തൊരു കഥയുണ്ട്. ഇതിന് ഇടയിൽപ്പെട്ടു പോയ വിദ്യാർത്ഥികൾ നല്ലോണം വില കിട്ടിയിരിക്കണം ഇല്ലേ? ആ അവസാനം വന്ന അദ്ദേഹത്തിൻ്റെ വലം കൈയായ നിന്ന ഒരാൾ, അദ്ദേഹത്തിന് വേണ്ടി എല്ലാം എഴുതി കൊടുത്തിരുന്ന ഒരാൾ അവസാനം എൻ്റെ കസിൻ ഗോപാലകൃഷ്ണൻ ചേട്ടൻ്റെ അടുത്ത് വിളിച്ചു പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ വളരെ അടുത്ത ഫ്രണ്ടായിരുന്നു അദ്ദേഹം, തിരുനെല്ലൂർ കരുണാകരൻ പറഞ്ഞു, ഞാൻ അദ്ദേഹത്തോട് ഒരുപാട് കുറ്റം ചെയ്തിട്ടുണ്ട്, അതിന് മാപ്പ് ഞാൻ അപേക്ഷിച്ചേ പറ്റുള്ളൂ, ഞാൻ എൻ്റെ കവിത എഴുതി എനിക്ക് കൊണ്ടു കൊടുക്കണം. ആദ്യത്തെ 2-4 വരി എഴുതി കഴിഞ്ഞ് മലയാളത്തിലായിരുന്നു. അത് പോരാ, സാറിന് കൊടുക്കുമ്പോൾ അതിൻ്റെ ഗൗരവം കിട്ടണമെങ്കിൽ സംസ്കൃതത്തിൽ തന്നെ വേണമെന്ന് പറഞ്ഞാൽ അദ്ദേഹം എഴുതിയ കവിത എന്താണ് സംസ്കൃതത്തിലാണ്. അത് ഗോപാലകൃഷ്ണൻ ചേട്ടൻ എനിക്ക് എൻ്റെ കോപ്പി കൊണ്ട് തന്നു. അതെൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. ഈ പറഞ്ഞ ഉണ്ണുനീലിയെ തിരക്കി പോയത് മാത്രമല്ല, കേരള എമ്പാടും കാസർഗോഡ് വരെ ചെന്ന് അവിടുത്തെ ലോക്കൽ വാക്കുകൾ തപ്പിയെടുക്കാൻ പോയിട്ട് പലർക്കും തോന്നി ഇത് കിറുക്കാണോ കാണിക്കുന്നതെന്ന് തോന്നിയത്. പക്ഷേ അതുണ്ടാക്കിയത് ലെക്സിക്കൻ എന്നുള്ള പ്രോജക്റ്റിൻ്റെ അതിവിസ്മയകരമായ ഒരു ഐ എം സോറി ദറ്റ് പ്രായമായ ശശി എന്ന് വെച്ച് കഴിഞ്ഞാൽ ശബ്ദം ഉയർന്നില്ല, അതുകൊണ്ടാണ്. നൗ അതിൻ്റെ ഒരു വേർഡ് കളക്ഷൻ അത്യാശ്ചര്യമാണ്. 1951 മുതൽ ഫസ്റ്റ് വോളിയം ഇറങ്ങുന്ന 1965 അച്ഛന് ഈ ആഘോഷമൊന്നും ഒട്ടും പിടിക്കുകയില്ല. ഒരു വേഷഭൂഷയില്ല, ഒരു വെളുത്ത ജുബയും നല്ല വെളുത്ത തൂവെള്ള ജുബയും തൂവെള്ള മുണ്ടും അല്ലാതെ വേറൊരു ഇതും ഇഷ്ടമല്ല. ഒരു കാലത്ത് സൂട്ടൊക്കെ ധരിക്കുമായിരുന്നു, പക്ഷേ പിന്നെ അതെല്ലാം മാറ്റി ഇത് മാത്രമായിരുന്നു. അപ്പോൾ ഈ ജാടയൊന്നുമില്ലാതെ മലയാളം ലെക്സിക്കൻ 1-ാം വാല്യം പ്രസിദ്ധീകരിച്ചത്
യൂണിവേഴ്സിറ്റിയിൽ വെച്ച് നടന്നൊരു കൊച്ചു ചടങ്ങ്. ഏറ്റവും കഷ്ടം, കേരളത്തിലുള്ള ഒരൊറ്റ ആളും ഇത് കണ്ട മട്ടും നടിച്ചില്ല. ഇദ്ദേഹം ഇത്രയും അത്യധ്വാനം ചെയ്ത് തന്നെ ആരും കെയർ ചെയ്തില്ല എന്ന് അതിനും ഒരു സങ്കടമില്ലായിരുന്നു. നിർമ്മമനായിട്ട് അങ്ങ് തീർത്തു. പക്ഷേ അപ്പോഴാണ് ലണ്ടൻ യൂണിവേഴ്സിറ്റിയിലെ റൊണാൾഡ് ആഷർ വരുന്നത്. സായിപ്പ് ഒന്നിച്ച് പറഞ്ഞു, അയ്യോ ഇത് ഓക്സ്ഫോർഡ് ഡിക്ഷണറിയുടെ സമാനമായ ഒരു വെഞ്ചറാണ് എന്നൊക്കെ പറഞ്ഞു തന്നെ ഇവിടുത്തെ ബാക്കിയുള്ളവരും കൂടിയായി. 1965 ഫസ്റ്റ് വോളിയം, 1970 സെക്കൻഡ് വോളിയം അങ്ങോട്ട് പബ്ലിഷ് ചെയ്യാതെ ആയിക്കഴിഞ്ഞെന്നെ ആ യൂണിവേഴ്സിറ്റിയിലുള്ള എല്ലാവരും പറഞ്ഞു, ഇത് നിസ്സാരമായിട്ട് വാക്കേണ്ട, നമുക്ക് ഒരു ആഘോഷമാക്കിയേ പറ്റുള്ളൂ. ആഘോഷമാക്കി. അതിൻ്റെ ഫലം ബാക്കി ഞാൻ പറയുന്നില്ല. അദ്ദേഹം 60 വയസ്സ് തികയുന്ന സമയം 1970 വളരെ ക്വയറ്റായിട്ട് അവിടുന്ന് പടിയിറങ്ങി. 54 കൊല്ലം കഴിഞ്ഞു. അദ്ദേഹം തീർത്തെടുത്ത് അത് അവിടെ നിൽക്കുന്നു. അത് എഴുതിയ ഒരു വരിയുണ്ട്, ഭവഭൂതിയുടെ ഒരു വരി, ഉത്പത്സ്യതേ മുഹമ്മദ് ഗോപി സമാനധർമ്മ കാലോഹ്യം നിരവധി വിപുലാച പൃഥ്വി. ഉണ്ടാവും ഒരുത്തനെങ്കിലും. കാലം വിശാലമാണ്, പൃഥ്വിയും വിശാലമാണ്. കാലം അനന്തമാണ്, പൃഥ്വി വിശാലമാണ്. ഒരാളെങ്കിലും എന്നെ പോലെ ഉണ്ടാവും. ആ ഒരാൾ എനിക്ക് തോന്നുന്നു ഉണ്ടാവും, നിശ്ചയമായിട്ടും ഉണ്ടാവുമായിരിക്കും, അല്ലെ ഇപ്പം തന്നെ ഉണ്ടായിരിക്കും. അത് പ്രോസസ്സ് ചെയ്യും, അത് കംപ്ലീറ്റ് ചെയ്യുമെന്നാണ് എൻ്റെ ആശ. ഇതും കഴിഞ്ഞ ശേഷം ഇദ്ദേഹത്തിൻ്റെ ഒരു ഏറ്റവും വലിയൊരു സാധനം ഞാൻ പലതവണ ശ്രമിച്ചു നോക്കി. എനിക്ക് തോന്നുന്നു യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നുമേൽ വരാമെന്ന് പറഞ്ഞിരുന്നു. ഉണ്ടോ ഇല്ലേന്ന് പറഞ്ഞു. പോട്ടെ. ഈ ലെക്സിക്കൻ്റെ ഫസ്റ്റ് വോളിയം ലെക്സിക്കൻ്റെ ഏകദേശം ഒരു 100 പേജോളം ക്രിയയെക്കുറിച്ചുള്ള ഒരു അതിഗംഭീരമായ പഠനമാണ്. അത് മാത്രം ഒരു പുസ്തകമാക്കുകയാണെങ്കിൽ അതിനെ സ്വീകരിക്കാൻ മലയാളം പോസ്റ്റ് ഗ്രാജുവേറ്റ് വിദ്യാർത്ഥികൾ മുന്നോട്ട് വരും. ഞാനത് സജസ്റ്റ് ചെയ്തതാണ് കേരള യൂണിവേഴ്സിറ്റിയിൽ. എനിക്ക് സ്വാധീനമുണ്ടെന്ന് ഞാൻ അഭിമാനിച്ചിരുന്ന ആൾക്കാരോട് ഞാൻ പറയുകയും ചെയ്തു. അവർ അയ്യോ സാറേ അത് നിശ്ചയം വേണം, അവിടെ തന്നെ കിടപ്പാണ്, അത് എന്നെ പോക്കാൻ, അത് ചെയ്യണം എന്നൊരു ചെറിയ ആശ. ഇതും കഴിഞ്ഞ ശേഷം ഈ ഇദ്ദേഹത്തിൻ്റെ ലെക്സിക്കൻ മാത്രമല്ല, ഇന്ന് വിശ്വസിക്കാൻ ശകലം പാടാണ്. ഒരു കാലത്ത് ഇവരൊക്കെ പഠിക്കുന്ന കാലത്തായിരിക്കും ലീലാതിലകവും ഉണ്ണുനീലി സന്ദേശമായിരുന്നു കേരളത്തിൻ്റെ ഏറ്റവും വലിയ വിവാദമായ സാധനം. ഓരോ എടുത്തു കഴിഞ്ഞാൽ ഓരോ വിവാദങ്ങളുമായിട്ട് വരുന്ന അത്. ഒരു പക്ഷം അച്ഛൻ്റേത്, മറ്റേ പക്ഷം അദ്ദേഹത്തിൻ്റെ സെയിം പേരുകാരനായ എളംകുളം PN കുഞ്ഞമ്പിള്ള സാറിൻ്റെ. രണ്ടുപേരും മസലായിട്ട് ഫൈറ്റ് ചെയ്തു. അതിൻ്റെ ഫലം ഇപ്പോഴും ഉണ്ട്. അത് ബ്രില്യൻ്റായിട്ട് അവ എല്ലാം ഇപ്പോഴും നിൽക്കുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ ഒരുപാട് പറഞ്ഞു. ശരിക്കും പറയുകയാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഒരു റോൾ മോഡലേ ഉള്ളൂ, അച്ഛൻ. ഇന്നത് പഠിക്കുക എന്ന് ഇതുവരെയും പറഞ്ഞിട്ടില്ല. ഞാൻ മെഡിസിന് ജോയിൻ ചെയ്തു എന്ന് പറഞ്ഞല്ലേ, എനിക്ക് സംസ്കൃതം കുറേശ്ശെ അറിയാം, അതങ്ങ് പോരെ എന്ന് പറഞ്ഞ ആളാണ്. അപ്പോൾ എന്ത് വേണമെങ്കിലും ചെയ്യുക, ഇഷ്ടമുള്ള പഠിക്കുക. പക്ഷേ രണ്ടാമനാവണ്ട എന്നൊരു സൂചന. എനിക്ക് തോന്നുന്നു ആ വാക്ക് ഞാൻ തെറ്റിച്ചില്ല എന്നാണ്. എന്നുവെച്ചാൽ എൻ്റെ ഒരു പുസ്തകത്തിൽ ഞാൻ ചോദിക്കാതെ ഇത് എഴുതി തന്നു, 4 വരി കവിത എഴുതി തന്നു. അച്ഛൻ്റെ ഇഷ്ടം ഫലിച്ചു, അമ്മ പ്രാർത്ഥിക്കുന്നത് സിദ്ധമായി എന്ന് തുടങ്ങുന്ന ഒരു കവിത. അതിപ്പോഴാണ് ആ ദിവ്യമായ ഓർമ്മകൾക്ക് മുമ്പിൽ നമിച്ചുകൊണ്ട് എനിക്കൊരു പണി കൂടി, എനിക്കൊരു ജോലി കൂടി ബാക്കിയുണ്ട്. അത് എൻ്റെ സുഹൃത്തായ ഡോക്ടർ MD ശശിഭൂഷണനെ ഔദ്യോഗികമായിട്ട്
പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. ഞാൻ പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല എന്നറിയാം. പക്ഷേ ഞാൻ പക്ഷേ ആദ്യം തുടങ്ങുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനം ഗുപ്തൻ നായർ സാറിൻ്റെ മകൻ. അതും കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തിൻ്റെ ഒഫീഷ്യലായുള്ള തുടക്കം മാധ്യമ പ്രവർത്തനമാണ്, മാതൃഭൂമി, മനോരമ. അത് കഴിഞ്ഞിട്ടാണ് മലയാളം അധ്യാപകനായിട്ട് മാറുന്നത്. ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു മലയാളം പ്രൊഫസറായിട്ട് മാറി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തിന് വയലപ്പള്ളി സംസ്കൃത ഭവൻ്റെ ഡയറക്ടറായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ ഭാരത സർക്കാരിൻ്റെ സാംസ്കാരിക പ്രവർത്തനങ്ങളിലും കേരള സർക്കാരിൻ്റെ ദേവസ്വം ബോർഡ് ഇതിലുമൊക്കെ ഉണ്ട്, പൈതൃക പദ്ധതികളുടെ ഉപദേഷ്ടാവ് എന്നിങ്ങനെ പലതും. ശശിയുടെ പ്രസംഗങ്ങൾക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വല്ലപ്പോഴൊക്കെ യൂട്യൂബിൽ വരുന്നത് ഞാൻ കാണും, അത്യപൂർവം ഞാൻ അയച്ചു തരാറുമുണ്ട്. ചിലതെല്ലാം മിന്നുന്ന, ഡാസ്ലിങ് എന്ന് ആ വാക്ക് തന്നെ ഉപയോഗിക്കട്ടെ, അസലായ സാധനമാണ്. പുതിയ ചരിത്ര സത്യങ്ങൾ ഇതുവരെ ആരും പറയാത്ത. ഇദ്ദേഹം കൊണ്ടുത്തരാമെന്ന് പറഞ്ഞു പിന്നെ മറന്നുപോയൊരു പുസ്തകം ഞാൻ ഇപ്പോഴും വന്ന് പിറ്റേന്ന് വാങ്ങിച്ചത് മാർത്താണ്ഡവർമ്മയെക്കുറിച്ച്. മാർത്താണ്ഡവർമ്മ അവസാന കാലത്ത് പാരലൈസ്ഡ് ആയിട്ട് അദ്ദേഹത്തിൻ്റെ കാലത്ത് അദ്ദേഹത്തിനെ എടുത്തുകൊണ്ട് പോകേണ്ട ഗതികേടൊക്കെ വന്നിരുന്നു എന്നുള്ളത് എനിക്ക് പുതിയ അറിവായിരുന്നു. ഇതുപോലെ തന്നെ ഇവിടുത്തെ രാജവംശത്തിന് കണ്ണൂരുമായിട്ടുള്ളൊരു ബന്ധം അല്ലേ, ഇതെല്ലാം ഇദ്ദേഹത്തിൻ്റെ തനതായ ഗവേഷണ ഫലങ്ങളാണ്. കോഴിക്കോട് വെച്ചത് അടിച്ചതിൻ്റെ ഒരു സാധനം കോഴിക്കോടുകാർ വലിയ അഭിമാനമായിട്ട് എനിക്ക് അയച്ചു തന്ന ആ യൂട്യൂബാണ് ഞാൻ കണ്ടത്. ശശിക്ക് എന്നോട്ടൊരു കാര്യം എന്നോട്ടൊരു കാര്യം ചോദിച്ചിരുന്നു. ഈ ടിപ്പുവിൻ്റെ ഈ പടയോട്ടക്കാലത്ത്, ഇതെല്ലാം ഇവിടെ വെച്ചേക്കാം, പടയോട്ടക്കാലത്ത് തിരുവിതാംകൂറിൽ വന്ന് അഭയം പ്രാപിച്ച മലബാറിലെ രാജകുടുംബങ്ങൾ പലതും, അതിനെക്കുറിച്ച് ലിഖിതമായ രേഖകൾ മിക്കവാറുമില്ല. ആരെങ്കിലും ഒരാൾ അതിനെക്കുറിച്ച് നല്ല അസൽ സൂചന എഴുതുന്നത് നോവലിലാണ്, അച്ഛൻ എഴുതിയ കല്യാണ സൗധത്തിൽ. ആ സാധനം എൻ്റെ അടുത്ത് ചോദിച്ചെന്നെ എൻ്റെ ഉണ്ടായിരുന്നൊരു കോപ്പി, അതെങ്ങനെയോ പോയി. അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ സുഹൃത്തുക്കളോടൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ കൊണ്ട് തരാൻ പറഞ്ഞു. അവർക്ക് ചോദിച്ച് ഒരെണ്ണം എനിക്ക് കൊണ്ടെത്തുന്നു. ഇദ്ദേഹം പറഞ്ഞ ശ്രീചിത്ര വ്യാകരണ മഞ്ജരി. എനിക്ക് തോന്നുന്നു 4-5 തലമുറ മലയാളം സ്റ്റുഡൻസ് അത് പഠിച്ചാണ് മലയാളം വ്യാകരണം പഠിച്ചല്ലേ, ഒരു നല്ല പങ്കാണ്. ആ പുസ്തകം എൻ്റെ ഇല്ലായിരുന്നു, അത് അദ്ദേഹം എനിക്ക് കൊണ്ടെത്തുന്നു. അതെൻ്റെ കയ്യിൽ ഒരു കോപ്പിയുണ്ട്. പക്ഷേ ഈ കല്യാണ സൗഹൃദം എൻ്റെ ഇല്ല, ഉണ്ടായിരുന്നു, അത് കാണുന്നില്ല എന്ന് പറഞ്ഞാൽ എന്നെ ഭയങ്കര ദുഃഖമായിട്ടങ്ങ് മാറി. ഇദ്ദേഹം എൻ്റെ അടുത്ത് ചോദിച്ചെന്നെ, എന്നുവെച്ചാൽ കല്യാണ സൗഹൃദത്തിൽ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ഒരു സൂചന, ഇതിനെക്കുറിച്ച് അസലായൊരു വിവരണമുള്ളത്. അതിപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട് ഒരു തരത്തിൽ. എൻ്റെ സെക്കൻഡ് വോളിയം ഇതിൻ്റെ അവതാരി എഴുതിയത് ഒരു കാലത്ത് ഷേക്സ്പിയർ വേലായുധൻ നായരെന്ന് പറഞ്ഞ പേര് കേട്ട ഇംഗ്ലീഷ് പ്രൊഫസറായിരുന്നു. അച്ഛൻ അനിയൻ വിളിച്ചുകൊണ്ടിരുന്ന ആൾ. ശൂരനാട്ട് വീട്ടിൽ ഹരിക്കെയിൻ റാന്തലിൻ്റെ മുന്നിലിരുന്ന് വേലായുധൻ നായർ ഇംഗ്ലീഷിൽ പറയുന്നു, അച്ഛനത് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത് കൊടുക്കുന്നു. എഴുത്തുകാരൻ താഴെ കുത്തിയിരുന്ന് എഴുതുന്ന ഞാൻ. ഇത് മുഴുവൻ എഴുതി കഴിഞ്ഞിട്ട് പിറ്റേന്ന് ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിയിൽ വന്നത് ഈ എന്താണ് ആ സ്ഥലത്തിൻ്റെ പേര്, കരിമ്പിൻ പുഴ വഴി, കൊട്ടാരം വഴിയാണ് ഞങ്ങൾ വന്നത്. അത് മുഴുവൻ കണ്ടു കഴിഞ്ഞിട്ട് വന്നു. ഈ പുസ്തകം കൊടുക്കാനാണ് ഞാൻ ഏറ്റവും പോയി എൻ്റെ ഇല്ലേയും തന്നെ അങ്ങനെ ഒരു സങ്കടത്തിൽപ്പെട്ടിരുന്ന കാലത്ത് ഞാൻ പറഞ്ഞു എങ്ങനെയെങ്കിലും കിട്ടും കൊണ്ട് തരാമെന്നുള്ള മട്ടിലിരുന്നാണ്. അപ്പോഴാണ് അതെനിക്ക് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല. ഡോക്ടർ ശശിഭൂഷൻ്റെ ഏറ്റവും വലിയ പ്രിയപ്പെട്ട ഹോബികളിലൊന്ന് നാണയശേഖരമാണ്. ഇപ്പം കൂട്ടത്തിൽ എഴുതി, എൻ്റെ ഒരു അടുത്ത ചങ്ങാതി ന്യൂറോ സർജനുണ്ട് രാജറെഡ്ഡി, അങ്ങേർക്ക് ഈ നോസത്തിരി ലേശം കൂടുതലാണ്. അപ്പോഴാണ് ഇദ്ദേഹം എനിക്ക് മറുപടി ചെയ്തത്, മൈ ഗുഡ് ഹെവൻ, അദ്ദേഹം ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു നാണയശേഖരക്കാരനാണ്. അപ്പോൾ ഞാൻ കരുതി ശശിക്ക് കൊടുക്കാൻ ഏറ്റവും നല്ലൊരു സാധനം നമ്മുടെ രാജ റെഡ്ഡിയുടെ NTA കളക്ഷൻ. ഞാൻ അദ്ദേഹത്തിനോട് സകല
സകല ഭവ്യതയോടെയും കൂടി അത് ഞാൻ സമർപ്പിച്ചു. ഈ പുസ്തകം തിരയാനായിട്ട് വലിഞ്ഞു കയറിയാണ്. നമുക്കറിയാമല്ലോ, 81 വയസ്സായതിന് മുമ്പിൽ നിന്ന് ഷെൽഫിലെല്ലാം വലിഞ്ഞു കയറുമ്പോൾ ശ്രീമതി പറയും, എൻ്റെ പൊന്നെ പറഞ്ഞ ഞാൻ വീണു, കൈയൊടിഞ്ഞു, അത് പോട്ടെ, ഇനിയും നടുക്കൂട്ട് ഓടിക്കണമെന്ന് ചോദിച്ചു. എന്നെങ്ങാനും വലിഞ്ഞു കയറി തപ്പി എടുത്തു. കിട്ടിയത് പണ്ട് ഞാൻ സിറോക്സ് ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് വെച്ചിട്ട് കല്യാണ സൗകര്യം ഒന്ന് വായിച്ചിട്ട് എനിക്ക് തരണം. ഇതിൽ സംബന്ധിക്കാൻ എനിക്ക് ഇടയാക്കിയ എൻ്റെ പ്രിയപ്പെട്ട ആ ആൾക്കാരോടെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. സകലർക്കും മംഗളം വരട്ടെ.